ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഫ്രഷായിട്ടാണോ ഇരിക്കുന്നത്? നേരെയൊക്കെ ഇരുന്നു എല്ലാവരും. നമുക്ക് നമ്പർ എടുക്കാം. തുടങ്ങി. 1 2 3 4 5 6 7 8 9. ഇപ്പം നമ്മളൊരു പുതിയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ കൂട്ടത്തിൽ സിബ്ലിങ്സ് ഉള്ളവരൊന്ന് കൈ കൊടുത്തു. അനിയത്തിമാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും. ഇപ്പൊ ചോദ്യം ഇതാണ്, അതായത് നമ്മുടെ ഒരു കുട്ടി പ്രസവിക്കാൻ നേരം, ഒരു അമ്മ പ്രസവിക്കാൻ നേരം ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സ് ആദ്യം അനൗൺസ് ചെയ്യുന്നത് എന്താ പറയുന്നത്? ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയും. എന്തായിരിക്കും അതിന് ഉള്ള ഘടകം എന്താണ്? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബേബി ആണാണോ ബോയ് ആണോ അല്ലെങ്കിൽ ഗേൾ ആണോ എന്ന് തീരുമാനിക്കുന്നില്ല, അനുമാനിക്കുന്ന ഫാക്ടർ ഘടകം എന്താണ്? അതിനൊന്ന് പറയും. എന്തൊക്കെയായിരിക്കും? ബയോളജിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് അനാട്ടമി വെച്ചിട്ട്, അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആന്തരിക അവയവം വെച്ചിട്ട് ഡോക്ടേഴ്സിന് പറയാം ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അല്ലെങ്കിൽ ക്രോമസോം ഉണ്ട് നമ്മുടെ സെല്ലിനകത്ത്, ക്രോമസോം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയാം. വ്യത്യാസമാണ്, ആണിനും പെണ്ണിനും വ്യത്യാസം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഫീച്ചറാണ് ബയോളജിക്കൽ ഫീച്ചർ. ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ട് അതൊരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സെക്സ് എന്ന് പറയുന്നത്. ആ സെക്സ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഇത്രയുള്ളൂ. ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ട് നമ്മളൊരു ഇൻഡിവിജ്വലിനെ അതൊരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു കാര്യം അത് പറഞ്ഞുതരാം. അതായത് കിൻഡർ ജോയ് ഒക്കെ കഴിക്കാറുള്ളതാണോ? കഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കൊച്ചിലെ കഴിക്കുന്നതല്ലേ കിൻഡർ ജോയ്. ഓക്കെ, കിൻഡർ ജോയ് രണ്ട് തരമുണ്ട്, രണ്ട് കളറുണ്ട്. ഏതൊക്കെയാ സുകന്യ എന്ന് പറഞ്ഞത്? ബ്ലൂവും പിങ്കും ഉണ്ട്. ബ്ലൂവും പിങ്കും ഉണ്ട്. ഓക്കെ, ബ്ലൂ എന്തിന്റെ എന്ന് പറഞ്ഞേ? ബോയ്ക്കാണ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ബോയ്ക്കാണ് ബ്ലൂ. അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റിയ എന്ന് പറഞ്ഞ പിങ്ക് എന്തിന്റെയാ? ഗേൾസിനാണ്. ഇത് ബോയ്ക്ക് ഇത് മാത്രമേ കൊടുക്കാൻ. പിങ്ക് ബോയ്ക്ക് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തിന്നാൻ പറ്റത്തില്ലേ? കുഴപ്പമില്ല. തിരിച്ച് ആ ബ്ലൂ എന്ന് പറയുന്ന സാധനം ഗേളിന് കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെന്തെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നത്? അല്ല, ഇത് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ അനുമാനിച്ചിരിക്കുകയാണ്. ബ്ലൂ എന്ന് പറയുന്നത് ബോയ്ക്ക്, അതേപോലെ എന്താണ് പിങ്ക് എന്ന് പറയുന്നത് ഗേളിനുമാണ്. അങ്ങനെ നമ്മുടെ സോഷ്യലി നമ്മളൊരു സൊസൈറ്റിയിലാണല്ലോ വളരുന്നത് നമ്മളെല്ലാവരും. അപ്പം എന്താണ് ഈ ഒരു സൊസൈറ്റിയാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറൈസേഷന് പറയുന്ന പേരുണ്ട്. എന്താണെന്ന് അറിയോ? അപ്പൊ തുടങ്ങുന്നത് ജി എന്ന് പറയുന്ന ലെറ്റർ. എന്തായാലും പറയാൻ പറ്റുമോ ശിക്ഷയ്ക്ക്? ജെൻഡർ. ജെൻഡർ അതിന് പറയുന്ന പേരെന്താണ്? ജെൻഡർ എന്നാണ്. മറ്റേതെന്തായിരുന്നു? മറ്റേ സെക്സ് ആണ്. അപ്പൊ സെക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്? അതൊരു ബയോളജിക്കൽ ഫീച്ചർ വെച്ചിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്. മറ്റേതെന്താണ്? നമ്മുടെ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു സമൂഹം ഇന്ന സാധനം പെൺകുട്ടികൾക്ക്, ഇന്ന സാധനം ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കാറ്റഗറൈസേഷൻ ആണ് ഇതിൽ വരുന്നത്, ജെൻഡറിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ജെൻഡർ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ
അതിന് ബയോളജിക്കൽ ആയിട്ടുള്ള ഇത് നമ്മൾ നോക്കും, കൺസിഡർ ചെയ്യോ? ബയോളജി അതിനകത്ത് വരുന്നില്ല. അപ്പൊ പുറമെ ഇപ്പൊ ഒരാൾ എന്താണ്, ഇപ്പൊ അയാളുടെ സെക്സ് ചിലപ്പം എന്താണ് പോയിട്ടതായിരിക്കും, പക്ഷെ മെയിലിനെ പോലെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തൊക്കെ നടക്കുകയാണെങ്കിൽ, മെയിലിന്റെ ആ ഒരു രീതിയിലൊക്കെ നടക്കുകയാണെങ്കിൽ അത്തരത്തിൽ എന്ത് പറയാം, ട്രാൻസ്ജെൻഡർ എന്ന് നമുക്ക് വേണം പറയാം. മനസ്സിലായോ? സെക്സ് അതിനകത്ത് വരുന്നില്ല, ബയോളജിക്കൽ ഫീച്ചർ അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? ഈ രണ്ട് ടേംസ് ക്ലിയർ ആണ്. ഒന്നെന്താണ് സെക്സ്, രണ്ടാമത്തത് ജെൻഡർ. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാണ്. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കാം. ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നു എന്ന് പറയുന്നത് സെക്സിൽ വരുമോ ജെൻഡറിൽ വരും? ഇതായിട്ട് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടാണല്ലോ. ഇതിനകത്ത് ഏതിൽ വരുമെന്ന് ടിക്ക് ചെയ്ത് പിന്നെ പറഞ്ഞത്, അതായത് ഒരമ്മ തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. അപ്പൊ അതെന്തായാലും സെക്സിലാണോ ജെൻഡറിലാണോ? അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചാണ് ബയോളജിക്കൽ ഫീച്ചർ അനുസരിച്ചാണ് രണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ബയോളജിക്കൽ ഫീച്ചർ ആണ്. അപ്പൊ എന്താ ഒന്ന് ടിക്ക് ചെയ്ത് കറക്റ്റ് ആണോ? എല്ലാവരും ഫിംഗർ ക്ലാപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതായത് സ്ത്രീകൾ കുക്കിംഗ് അതേപോലെ ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും കമ്പയർ ടു മെൻ. പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ കുറച്ചുകൂടെ നന്നായിട്ട് പാചകം ചെയ്യും, അതേപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യും. ഇത് ഏതിൽ വരുന്നതാണ്? സ്ത്രീയൊന്നും എഴുതിട്ട് ഇതിൽ ഏതിൽ വരുന്നതാണ്? ഇത് ജെൻഡറിൽ വരുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ നിന്റെ കൂടെ പറയാം. അതായത് ഇത് തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ട് ഈ ജെൻഡറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വുമൺ കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നു. ഇത് പുരുഷൻ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാണോ? ഇല്ല. അപ്പൊ ജെൻഡറിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. തിരിച്ചു റോള് വരും. പൊതുവേ ഉള്ള ധാരണയാണ് പറഞ്ഞത്. കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ ജനറൽ ആയിട്ട് പറയുമ്പോൾ വുമൺ ആണ് ഇത് കുക്ക് ചെയ്യുന്നതും ക്ലീൻ